30% പെൺകുട്ടികൾക്ക് കേരളത്തിൽ കല്യാണത്തിനോട് താല്പര്യമില്ല എന്ന കണക്ക്. 10 വർഷമാകുമ്പോഴേക്ക് അത് 90% ആകുമെന്നാണ് കണക്ക്. നമ്മൾ ഉണർന്നിരിക്കണം. ഇജാതി അതിക്രമങ്ങൾക്കെതിരെ കാവൽ നിൽക്കണം. നിരന്തരമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രായോഗിക ജീവിതം പഠിപ്പിച്ചു. എന്തിനാണ് കല്യാണം എന്നാണ്, അതൊരു ബന്ധനം എന്നാണെന്നാണ് ഡോക്ടർ മാത്തുവല്ലൂരിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ വിവാഹം ബന്ധം ബന്ധനം. എന്തിനാ കല്യാണം എന്നാണ് ഓരോരുത്തരും വിചാരിക്കുന്നത്. എന്നിട്ടാ ആടിപ്പാടി അടിച്ചു പൊളിച്ച് നടക്കണം. അതിന് പണം വേണം, പണം കിട്ടാൻ ജോലി വേണം, ജോലിക്ക് മാത്രം ഒരു വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസ കാലം അടക്കോ ഒതുക്കൊന്നും പാടില്ല, അടിച്ചു പൊളിക്കണം. അതിന് പറ്റും വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും. എറണാകുളത്തെ പ്രസിദ്ധമായൊരു കോളേജിൽ ലവ് ബോക്സ് ഒരു ക്യാൻറ്റീൻ്റെ അടുത്ത്. എന്താ സംഭവം? ഏതെങ്കിലും ഒരാൾക്ക് ഒരു പെണ്ണിനോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ഏത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു, അവളെ പേരെന്താണ്, അവളെ ഏത് ബാച്ചാണ് എന്നൊക്കെ എഴുതിയിട്ട് അതിലിട്ടാൽ ഇതിന്റെ നടത്തിപ്പേര് ഒരു തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കി കൊടുത്തോളും. ഇതാണ് അവിടുത്തെ ലവ് ബോക്സിന്റെ അടിസ്ഥാനം. ഓല് ശരിയായി കൊടുക്കും. കാര്യം വലിയൊരു സേവനമാണ് അവർ ചെയ്യുന്നത്. എറണാകുളത്തെ മറ്റൊരു കോളേജിൽ കഴിഞ്ഞ വർഷത്തിന്റെ മുന്നത്തെ വർഷം അഡ്മിഷന് ചെന്നപ്പോ അവരുടെ ആദ്യത്തെ ക്ലാസ് ദിനത്തിന്റെ അന്ന് വിവിധയിടങ്ങളിൽ ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പൂർണ്ണകായ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന 100% വിവസ്ത്രരായ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു എഴുത്തുണ്ട്, തുറച്ചു നോക്കണ്ട, നീ എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ അങ്ങനെ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? രാവിലെ വിസർജിക്കണീൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ട് തുറച്ചു നോക്കണ്ട, രാവിലെ എന്ത് ചെയ്താൽ മതി ആലോചിച്ചാൽ മതി എന്ന് എഴുതാൻ പറ്റുമോ? ഇതാണ് സാഹചര്യം. അതിനുവേണ്ടി പറയണം ഞാൻ, ഒരൊറ്റ ടൂർ കൊണ്ട് മകൾ നശിച്ചു പോകും, നമ്മുടേതല്ലാതെയായി മാറും. ഗർഭമായിട്ട് മടങ്ങി വരുന്ന പെൺകുട്ടികളുണ്ട് ടൂറും കഴിഞ്ഞിട്ട്. അമേരിക്കയിലൊക്കെ അതൊരു വ്യാപകമായ സംഗതിയാണ്. 10-35 കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ 4,80,00,000 ജാര സന്താനങ്ങളുണ്ട്. തന്താരാന്നറിയാത്ത കുട്ടികളുണ്ട് എന്നർത്ഥം. അവരുയർത്തുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് പഠനമുണ്ട്. ഫാദർലെസ് അമേരിക്ക എന്നുള്ള പുസ്തകം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഫാദർലെസ് അമേരിക്ക, തന്തല്ലാത്ത അമേരിക്ക എന്നാണ് ആ പുസ്തകത്തിന്റെ പേരെന്നെ. ഈ ജാരസന്താനങ്ങൾ സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രത്യാഘാതങ്ങളുമാണ് അതിന്റെ പ്രമേയം. നമ്മുടെ നാട്ടിലും കൂടിക്കൂടി വരികയാണത്. വരണം എന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി താത്വിക പിന്തുണ എടുക്കാൻ സമ്മേളനങ്ങൾ നടക്കുകയാണ്. എന്തിനാണ് എന്റെ ശരീരത്തെ കരിന്തുണിയിൽ മൂടിക്കെട്ടി നടക്കുന്നത് എന്ന് കവിത രചിക്കുകയാണ്. നീ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുയരണം എന്ന് പറയാണ്. ഭാര്യയും ഭർത്താവും സ്നേഹിച്ചൊന്നിച്ച് ജീവിക്കുമ്പോൾ അതൊരു മാനക്കേടാണ്, അടിമത്തം. അത് അടിമത്താണ്. ഭർത്താവിന് ചായ ഇട്ട് കൊടുക്കുക, അതൊരു മോശം പണിയാണ്, അടിമത്തം. പിന്നെയോ എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അർദ്ധനഗ്നകളായി വല്ല ഓഫീസിലും ജോലിക്ക് കയറണം, മാനേജർക്ക് ചായവും പഴക്കോ കൊണ്ടു കൊടുക്കണം, മൂപ്പരാള് കഴിച്ചിട്ട് കുടിച്ചിട്ട് ആ പ്ലേറ്റും വാഴക്കത്തോലും ഒക്കെ പെറുക്കി കൊണ്ടുവന്ന് കഴുകി വെക്കണം. അത് സ്വാതന്ത്ര്യം, അത് സ്വാതന്ത്ര്യം. നേരെമറിച്ച് ഭർത്താവിന് സ്നേഹപൂർവം ആർദ്രതയോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് പാരതന്ത്ര്യം. ഭർത്താവിന് എന്നെ കൊടുത്തിരിക്കണം എന്നോ ഭർത്താവിന് ഭാര്യക്ക് കൊടുത്തുകൂടാന്നോ അങ്ങനൊന്നുമില്ല കേട്ടോ. ചില ആളുകൾ അങ്ങനെയാണ്. പേപ്പറും വായിച്ച് വാട്സപ്പിലും കളിച്ച് സിറ്റൗട്ടിൽ ഇങ്ങനെ എടുക്കും. ഇടക്കിടക്കിടയും പോകാനായി ആയില്ലേ എന്ന് ചോദിക്കും. അവിടെ ഫുഡായോ എന്നാണ് ചോദ്യം. അങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ. സുഖമായി തങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഫേസ്ബുക്കിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫേസ്ബുക്കിൽ നമ്മളൊക്കെ കെട്ടിട്ടൊരു ചെങ്ങായിണ്ട്, സക്കർബർഗ്. അവന്റെ പുതിയ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു 1-1.5 മാസം മുന്നേ. ഭാര്യയ്ക്കോടൊപ്പം അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഫോട്ടോ, പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ. അയാള് ഫേസ്ബുക്ക് ഉണ്ടാക്കി നമ്മളൊക്കെ അതിൽ കെട്ടിട്ടിട്ട് നമ്മുടെ സിറ്റൗട്ടിൽ തിണ്ടിലേക്ക് കാലും കയറ്റിച്ചിട്ട് ഫേസ്ബുക്ക് തോണ്ടിയോണ്ട് ഇടക്കിടക്ക് ചോദിക്കടി ആയോന്ന്. എൻ്റെ ഇടക്ക് കുട്ടി കരയണേ നീ കേൾക്കണില്ലേ എന്ന്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ വിളി കുട്ടികളേറ്റ് വന്നൊന്നുമല്ല, ആണോ? ഇവിടെ വന്നിട്ടുണ്ടായതാണ് ആ കുട്ടികളൊക്കെ. ഒരു ബാധ്യതയില്ല അതിന്. അങ്ങനത്തെ കുറെ മൂരാച്ചിയാകുന്ന ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ ആരും ആവരുത്.
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സേവനം ചെയ്യുക, അതിനൊന്നും ഒരു തകരാറുമില്ല. പക്ഷെ ഭാര്യ ഏതെങ്കിലും രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുന്നത് അടിമത്താണ് എന്നും പറഞ്ഞിട്ട് പ്രചാരണം നടക്കുന്നു. അതിൽ വീണ് പോയിട്ട് നമ്മുടെ കുറേ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട എന്ന് തോന്നുന്നു. പിന്നെയുള്ള ജീവിതത്തിന്റെ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ലിവിങ് ടുഗദർ, അവരുടെ മുമ്പിലുള്ള പരിഹാരം അതാണ്. ഇഷ്ടമുള്ള കാലം ആരോടെങ്കിലും ഒക്കെ ഒപ്പം ജീവിക്കുക, പിന്നെ ഒഴിവാകുക, വേറെ ആളെങ്കിലും പിടിക്കുക, ഇങ്ങനെ ജീവിക്കുക. 25% പുതിയ അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാന്ന് അറിയില്ല എന്നാണ് കണക്ക്. കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാന്നറിയില്ലേ? എറണാകുളത്തു നിന്ന് എടുത്തൊരു ട്രെയിനിലാണ് ഞാൻ തോന്നുന്നത്. അത് നിസാമുദ്ദീൻ വരെ പോണുണ്ട്, ഡൽഹി വരെ. അതിനിടയ്ക്ക് എത്ര ആൾ കയറുന്നു, എത്ര ആൾ ഇറങ്ങുന്നു, ഈ പൈലറ്റിനൊക്കെ അതറിയോ? പണ്ടൊരു KSRTC ബസ് എത്ര ആൾ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, കണ്ടക്ടർക്കും ഡ്രൈവർക്കും അതറിയോ? അതിൽ ആരവിടെ ബാഗ് മറന്നു വെക്കണമെന്ന് അറിയോ? ഇല്ല. അങ്ങനെ മറന്നുവെച്ചതാണ് ഈ കുട്ടികളൊക്കെ. ഇതെന്ത് ജീവിതമാണ് ആലോചിച്ചു? ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ടത് ഗർഭകാലത്താണ്. ഭർത്താവിന്റെ സ്നേഹം വേണ്ടത് ഗർഭകാലത്താണ് കൂടുതലായിട്ട്. ആ ഗർഭത്തിന് ഉത്തരവാദിത്വമുണ്ട് അവളുടെ മുമ്പിൽ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ തന്നെ അത് പരിഹരിക്കണം എന്നില്ല. 2 കുടുംബം ചുരുങ്ങിയത് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെയും കുറേ സംഗതികളുണ്ട്. ആശുപത്രിയിൽ പോകുന്നു, കൊണ്ടുപോകുന്നു, സ്നേഹപൂർവ്വം ഇടപെടുന്നു. പ്രണയം നടിച്ച് നടക്കണതിൻ്റെ ഇടയിൽ ഗർഭം വന്നാൽ 10 മാസം, കൃത്യമായി പറഞ്ഞാൽ 250 ദിവസം. ഒന്നുകൂടെ നമ്മൾ ലളിതമാക്കിയാൽ 9 മാസവും 10 ദിവസവും. എങ്ങനെയാണ് ഈ ഗർഭം മറച്ചു പിടിച്ചുകൊണ്ട് ഈ പെൺകുട്ടി നടക്കുന്നത്? ഗർഭകാലത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ വരുന്നുണ്ട്. എന്ത് സ്മെല്ലും ആസ്വദിക്കുമ്പോഴേക്ക് ഒംറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം വേണ്ടാന്ന് തോന്നുന്നുണ്ട്, തലചുറ്റലുണ്ട്, എനിമിയ, രക്തക്കുറവ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പെണ്ണുങ്ങൾക്ക് ഈ ഗർഭസംബന്ധവുമായിട്ട് തന്നെ പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റു ചില ആളുകൾക്ക് പൈൽസ് വരും, വെരിക്കോസിൽ വെയിൻ വരും, പല ജാതി അസുഖങ്ങളുണ്ടാവും. ഇതെല്ലാം ആരോടൊന്ന് പങ്കുവെക്കാൻ പോലും കഴിയാതെ ഒരു പെണ്ണ് സഹിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം ഒരു സ്ത്രീ പീഡനം അല്ലേ? അതാർക്കൊരു വിഷയമല്ലല്ലോ. ഇറങ്ങിക്കോളൂ എന്നാണ് പറയണത്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 വയസ്സ് അബദ്ധത്തിലായി കഴിഞ്ഞാൽ പിന്നെ ആരോടും എന്തുമാകാം. IPC 377 എന്ന് പറയുന്ന വകുപ്പുണ്ടായിരുന്നു. അതിലാണ് ഈ ജാരപരിപാടി പറ്റൂല എന്നുള്ളത്, അതിലാണ് ഹോമോസെക്ഷൽ പരിപാടി പറ്റൂല എന്നുള്ളത്. ഇവരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട് എടുത്തു കളഞ്ഞു. ഏത് സ്ത്രീക്കും ഏത് പുരുഷനും ആരുമായും എന്തും ചെയ്യാം എന്ന നിയമം വന്നു. നമ്മൾ വീട്ടിലേക്ക് പ്രതീക്ഷാപൂർവം കയറി ചെല്ലുമ്പോൾ ഭാര്യ അയൽവാസിയുമായി രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒന്നുകിൽ വെയിറ്റ് ചെയ്യണം, ക്ഷമാപൂർവം. കാണാൻ വയ്യെങ്കിൽ ഇറങ്ങിപ്പോയിരിക്കണം. പ്രതികരിക്കാൻ പറ്റുമോ? ഇല്ല. പ്രതികരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നിയമം അവരെയാണ് പിന്തുണയ്ക്കുന്നത്. അബദ്ധത്തിൽ പ്രണയം നടിച്ചു പോയി ഗർഭമുണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ ദുരന്തം ആലോചിച്ച് നോക്കൂ. ഈ കാണുന്ന ഞാൻ പറഞ്ഞതും അല്ലാത്തതുമായ എല്ലാ പ്രയാസങ്ങളും ഒളിപ്പിച്ചു വെച്ച് സഹിക്കണം. നേരെ മറിച്ച് ഔദ്യോഗികമായി കല്യാണം കഴിഞ്ഞു, 1 മാസം 2 മാസം ആകുമ്പോഴേക്കും അന്വേഷണം തുടങ്ങും. എന്താ വിശേഷമൊന്നുമില്ലേ, എന്താ വിശേഷമൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട്. എങ്ങാനും 1 മാസം മെൻസസ് മുടങ്ങുന്നുവെങ്കിൽ 1-2 കുടുംബത്തിലല്ല, ബന്ധുമിത്രാദികളുടെ ഇടയിൽ മൊത്തം സന്തോഷം തളം കെട്ടി നിൽക്കുന്നു. പ്രഗ്നൻസി കാർഡ് കൊണ്ടുവന്നു, ടെസ്റ്റ് ചെയ്തു, ഡോക്ടർ ഉറപ്പുവരുത്തി പോസിറ്റീവാണ് റിസൾട്ട്. ഉമ്മയുടെ ഫോണ് തുരുതുരാ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ബന്ധുക്കൾക്കും വിളിച്ചു പറയുന്നു നമ്മുടെ പാത്തുമോന് ഗർഭമുണ്ട് എന്ന്. പിന്നെ ഒരു സന്തോഷത്തിന്റെ പെരുന്നാളാണ്. അവളെ കെയർ ചെയ്യാൻ ഓരോരുത്തരും മത്സരിക്കുകയാണ്. ജ്യേഷ്ഠനും മനുഷ്യനും അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ്. ഭർത്താവ് ദൂരം നിന്ന് അവളെ അനുഗ്രഹിക്കാൻ വരികയാണ്. ഇടക്കിടക്കിടക്ക് അയാളുടെ ഫോൺ വിളി വരുന്നു. സ്നേഹം കൊണ്ട് പൊറുതിമുട്ടുന്നു. സഹകരിക്കാൻ വേണ്ടി ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സന്തോഷത്തിന്റെ ശീതളച്ചായയിൽ ഗർഭം ഒരു ആനന്ദമായി സ്ത്രീക്ക് അനുഭവപ്പെടുന്നു. നേരെ മറിച്ചോ ഒളിപ്പിച്ച് നടക്കണം, ആരും കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണം. പ്രസവത്തിന്റെ സമയത്തുമ്പോഴോ പ്രാർത്ഥനാപൂർവം ഒരു വീട് മൊത്തം 2-3 കുടുംബം മൊത്തം ലേബർ റൂമിന്റെ പുറത്ത് കാവൽ നിൽക്കുന്നു. പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി ബുർദ ചൊല്ലി യാസീനോദി കവരത്തിയിലെ ബഹുമാന്യരാകുന്ന മുഹമ്മദ് ഖാസിം വലിയുള്ളാഹിക്ക് നേർച്ച നേർന്നുകൊണ്ട് അവനെ കൊണ്ട് അഴിയും വിധത്തിലുള്ള ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്ത്
ഒരു വീട്, ഒരു കുടുംബം, 4-5 ആളുകളെങ്കിലും പുറത്ത് കാവൽ നിൽക്കുന്നു. തൻ്റെ പിതാവ്, തൻ്റെ മാതാവ്, തൻ്റെ ഭാര്യാപിതാവ്, മാതാവ്, തൻ്റെ ഭർത്താവ്, എല്ലാവരും പ്രാർത്ഥനാപൂർവം ഈ ഡോറിനപ്പുറത്തുമുണ്ടെന്ന നല്ലൊരു ചിന്ത പെണ്ണിന് ഊർജം നൽകുന്നു. ഇനി മറ്റേ കേസോ വല്ല അബദ്ധത്തിൽ ഇത് പിടിച്ചു കൂടിയ കേസോ, ഇതെന്ത് ചെയ്യണമെന്നറിയാത്ത ടെൻഷൻ കൊണ്ട് ആ പെണ്ണ് പൊറുതിമുട്ടുന്നു. അവസാനം 2-3 മാസം മുന്നേ തിരുവനന്തപുരത്ത് സംഭവിച്ചതുപോലെ ടോയ്ലറ്റിൽ വെച്ച് ആ പെണ്ണ് സ്വന്തം പ്രസവിക്കുന്നു. ആരുമില്ല, സൂതി കർമ്മിണി ആരുമില്ല. അവളുടെ ആദ്യത്തെ അനുഭവമാണ്. എങ്ങനെയാണ് അവൾ ആ പ്ലാസന്റ നീക്കം ചെയ്തത് അറിയില്ല. എങ്ങനെയാണ് അവൾ ആ ബ്ലീഡിംഗ് ഒക്കെ കൂടെ പരിഹരിച്ചത് അറിയില്ല. ഒന്ന് മാത്രം അറിയാം, കഴുത്ത് ഞെക്കിയ പിഞ്ചോമനെ അവൾ കൊന്നു കളഞ്ഞു. ആ ബേജാറിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉടനീന്റെ ഇടയിൽ ഒരു കവർ കിട്ടിയപ്പോൾ അതിലിട്ടിട്ട് ഫ്ലാറ്റിന്റെ 6ാം നിലയിൽ നിന്നൊരു പൊന്തയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്താ കുട്ടിക്ക് ബാലാവകാശ കമ്മീഷൻ ഒന്നും പറയാനില്ല. ആ കുട്ടിക്ക് പാല് കുടിക്കാനും ജീവിക്കാനും ഓടിക്കളിക്കാനും വിദ്യാഭ്യാസം നേടാനൊന്നും അവകാശമില്ലായിരുന്നു. പ്രണയിച്ച് നടന്നിട്ട് കൊന്നുകളഞ്ഞിന്. പിറ്റേ ദിവസം ഒരു കവർ ഉറുമ്പരിക്കുന്നത് കണ്ടിട്ട് കുറച്ച് തൊഴിലാളികളാണ് അതെടുത്ത് തുറന്നു നോക്കുന്നത്. പിഞ്ചോമനയുടെ ഡെഡ് ബോഡി, 2 കണ്ണ് ഉറുമ്പ് തിന്ന് തീർത്തിട്ടുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉറുമ്പ് തിന്ന വലിയ പാടുകളുണ്ട്. ബേജാറിന്റെ ഇടയ്ക്ക് എന്താ ചെയ്യണമെന്നറിയാതെ ഉടനീന്റെ ഇടയ്ക്ക് കിട്ടിയ കവറിൽ വലിച്ചെറിഞ്ഞതാണ്. അത് അവൾക്ക് വന്നൊരു പാഴ്സൽ കവറായിരുന്നു. അവളുടെ ഫുൾ അഡ്രസ്സും ഡീറ്റെയിൽസും അതിലുണ്ടായിരുന്നു. നമ്മൾ പറയല്ലേ, ഏത് കള്ളനും ഏത് കൊലപാതകയും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ടാണ് പോവാൻ. അവള് വലിച്ചെറിഞ്ഞ കവള് അവൾക്ക് തന്നെ പാഴ്സൽ വന്നൊരു കവറായിരുന്നു. ഫുൾ അഡ്രസ് ഉണ്ട് അതിൽ. 2 പ്രസവം, 2 ഗർഭം, 2 അനുഭൂതികൾ, 2 അനുഭവങ്ങൾ. എന്നിട്ട് പറഞ്ഞു കയറ്റുകയാണ്, മോളെ കല്യാണം വേണ്ടട്ടോ. എങ്ങനെ ഈ തലത്തിലേക്ക് മക്കള് പോകുന്നത്? എങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കളെ ആത്മീകമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? എങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കളെ ആത്മീകമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഒറ്റ കാര്യത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. മദ്രസന്ന് പലതും പഠിപ്പിക്കുന്നു, ദീനീപരമായ വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും അഖീദയും അഖ്ലാഖും ഒക്കെ. അത് പ്രയോഗിക്കാനുള്ള ഒരു സന്ദർഭം വീട്ടിലില്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് മദ്രസയിൽ കുറെ പഠിച്ചില്ലേ, എന്നിട്ടിപ്പോൾ എന്താ കാര്യം എന്നൊക്കെ നമ്മൾ വിമർശിക്കേണ്ടി വരുന്നത്. വിമർശനം നമ്മളോട് തന്നെ നടത്തണം. ഈ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വീട്ടിൽ പ്രയോഗിക്കാൻ നമ്മൾ സമ്മതം കൊടുക്കാറുണ്ട്. സിനിമ കാണരുത് എന്നുള്ള ആവേശത്തോടു കൂടെ ഒരു കുട്ടി മദ്രസയിൽ നിന്ന് വരുന്നു. വീട്ടുകാരെല്ലാവരും വലിയൊരു സിനിമന്റെ മുമ്പിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടി എങ്ങനെയാണ് ജയിക്കുക? ആ കുട്ടിയുടെ മനസ്സിൽ വലിയ സംഘർഷം രൂപപ്പെടുന്നു. ഉസ്താദ് പറഞ്ഞപ്പോ തോന്നിയിരുന്നു ഇനി വേണ്ടാത്ത സിനിമ ഒന്നും കാണണ്ടെന്ന്. പക്ഷെ വീട്ടിൽ വന്നപ്പോ എല്ലാവരും ഒന്നിച്ചിരുന്ന് സിനിമ കാണാണ്. ഡോക്ടർ മാറ്റുവല്ലൂരിനെ തന്നെ ഞാൻ ഉദ്ധരിക്കാം. അദ്ദേഹത്തിന്റെ എങ്ങനെ പഠിക്കണം, പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, TV ഉള്ള വീട്ടിലെ കുട്ടിയും ഇല്ലാത്ത വീട്ടിലെ കുട്ടിയും തമ്മിൽ പഠന രംഗത്ത് നല്ല വ്യത്യാസം ഉണ്ടാകുന്നു. TV ഒന്നുമില്ല, പക്ഷെ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, അതിലൊക്കെ നെറ്റുണ്ട്, ഇഷ്ടം പോലെ കാണുന്നുണ്ട്, ഗെയിം കളിക്കണമുണ്ട്. അത് പിന്നെ മറ്റേ ഫലം തന്നെ ചെയ്യും. കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്? ഇപ്പൊ ഒഴിവ് സമയമാണ്. നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ഈ ഒഴിവ് സമയത്തും വെറും ട്യൂഷനും ഇതിനും വിട്ടിട്ട് അവറ്റങ്ങളെ പഴിപ്പിക്കണം എന്നല്ല ഞാൻ പറയണത്. മദ്രസ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിപ്പിക്കാൻ പറ്റിയ നല്ല സന്ദർഭമാണിത്. നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ, യാസീന് പോലെയുള്ള തബാറക്ക പോലെയുള്ള നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ കാണാതെ പഠിപ്പിക്കാൻ, ഗ്രാമർ പഠിപ്പിക്കാൻ, മാത്സ് പഠിക്കാൻ, 6ലും 7ലൊക്കെ എത്തിയ കുട്ടിക്ക് ഹിന്ദി അക്ഷരമാല അറിയില്ല, അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്തിന് ചിലപ്പോ സ്വന്തം പേര് മലയാളത്തിൽ എഴുതാൻ പോലും അറിയില്ല, അതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ. ദീനീ ചിട്ടകൾ അവരെ പരിശീലിപ്പിക്കാൻ. നമ്മുടെ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കണവരാ നമ്മളൊക്കെ. ഒഴിവ് സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് കൃത്യമായി മക്കൾക്ക് പാഠം നൽകണം. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പഠിപ്പിക്കണം. അതിന് നമ്മുടെ വീടൊക്കെ ഒന്ന് ഓർഡർ ആവണം. അലസമായ ജീവിതം ഉമ്മാക്കും ഉപ്പാക്കും പറ്റൂല. ഇത് കണ്ടേ മോൻ പഠിക്കുള്ളൂ എങ്കിൽ ആ മോൻ നന്നായി കിട്ടും നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കരുത്. ഞാൻ തുടക്കത്തിൽ കുറെ സഹാബിവര്യന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഉഹുദീങ്ങളുടെയും ബദരീങ്ങളുടെയും ഒക്കെ. അവരെ പോലെ നമ്മുടെ ജീവിതവും ധന്യമാവണം. അതിന് മക്കൾ നമുക്ക് പറ്റും വിധത്തിലേക്ക് വളർന്നു വരണം.
ആകെ പഴച്ചിട്ടാണ് സമൂഹം നടക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് പോലും എല്ലാ മയക്കുമരുന്നുകളും ഇന്ന് സുലഭമാണ്. കേരളത്തിൽ 11 വീതം മയക്കുമരുന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിലാണ് കഞ്ചാവ് കിടക്കുന്നത്. കുറെ ആളുകൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ഈമാൻ തകർക്കുന്നുണ്ട്, യുക്തിവാദത്തിന്റെയും മറ്റും പേരും പറഞ്ഞിട്ട്. യുക്തിവാദികളുടെ കേരളത്തിലെ ഒരു സീനിയർ നേതാവാണ് നിങ്ങളൊക്കെ അറിയുന്ന മൈത്രേയൻ. ഈ മൈത്രേയന്റെ ഏറ്റവും പുതിയൊരു ഫത്വ നിങ്ങൾ കേട്ട് കാണും. കഞ്ചാവ് നിരോധിക്കരുത്, എല്ലാവർക്കും ആരോഗ്യപരമായ രീതിയിൽ അത് ഉപയോഗിക്കാനുള്ള ക്ലാസ് എടുക്കണം എന്നാണ്. അപ്പൊ സ്കൂളിലൊക്കെ ചെന്നാൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ 1ാമത്തെ പാഠം എങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കണം. ഒരു പോയത്തക്കാരൻ പറയാണ്, ആരോഗ്യപരമായ രീതിയിൽ കഞ്ചാവ് ആദ്യം ഉപയോഗിക്കുന്നു, ഇത്തിരി കിറുക്കായി കഴിഞ്ഞാൽ പിന്നെ അനാരോഗ്യകരമായിട്ട് വേണ്ട വിധം അവരോട് ഉപയോഗിച്ചോളും. എന്നിട്ട് പറയണം അത് നിരോധിക്കരുത് എന്ന്. ഇവരെന്ത് ധാർമ്മികതയാണ് പഠിപ്പിക്കുന്നത്? ഒന്നിച്ചൊരു കുടുംബം സിനിമ കാണുകയാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ചില മറകളുണ്ട്, അത് പൊളിഞ്ഞു പോകും. നമ്മളത് ഗൗരവത്തിലെടുക്കണം. എങ്ങനെയാണ് വിശദീകരിക്കാൻ എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും ആർക്കെങ്കിലും ഒക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. എല്ലാവരും കമന്റ് ആയിട്ട് വരണമെന്നില്ല. സിനിമക്ക് എത്ര കോടി ചെലവഴിച്ചിട്ടാണ് നിർമ്മിക്കണത് എന്ന്. എല്ലാവരും സിനിമ നിർമ്മിച്ചിട്ടാണോ ജീവിക്കണത്? ജീവിക്കാൻ വേറെന്തൊക്കെ മാർഗമുണ്ട്. സിനിമ നിർമ്മിച്ച് തന്നെ ജീവിക്കണം. ആ ഇൻഡസ്ട്രിയിൽ കുറെ ആളുകൾക്ക് തൊഴിലുണ്ട്. അങ്ങനെ തൊഴിലുള്ള വേറെ ഏതൊക്കെ മേഖല ഉണ്ട്? ബംഗാളിലെ സോണാഗച്ചിയിൽ 25,000 ഔദ്യോഗിക വേശ്യകളുണ്ട്, അറിയാവോ? അതും അവരുടെ തൊഴിലല്ലേ? അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്, സെക്സ് വർക്കേഴ്സ് എന്നാണ് പേരെന്നെ. എത്ര ഡെക്കറേഷൻ ചെയ്താലും വേശ്യകൾ എന്നർത്ഥം. 25,000. സോണാഗച്ചിയിലെ കണക്കാണ് ഞാൻ പറയണത്, മുംബൈയിലെ റെഡ് സ്ട്രീറ്റിനെ കുറിച്ചല്ല. അതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയണതാണ്, കേട്ട പരിചയമെങ്കിലും ഉണ്ടാവും. കേൾക്കാത്ത മറ്റു ചില അധോലോകങ്ങളുണ്ട് ഗോവയിലും ബംഗാളിലും ഒക്കെ. അതും തൊഴിൽ തന്നെയല്ലേ? തിരുട്ട് സംഘങ്ങൾക്ക് പറയാം കട്ടെടുക്കൽ ഞങ്ങളുടെ ഉപജീവന മാർഗമാണെന്ന്. ഒന്നിച്ച് സിനിമ കാണുന്ന കുടുംബത്തിൽ ധാർമ്മികതയ്ക്ക് പ്രസക്തി വളരെ കുറയും. പിതാവും മകളും, ഉമ്മയും മകനും, സഹോദരന്മാർ പരസ്പരവും പറയാനോ ഒന്നിച്ച് കാണാനൊക്കെ പറ്റാത്ത ചില രംഗങ്ങളും ചില വിഷയങ്ങളും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് ഒരു പെണ്ണ് റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഒരു പെണ്ണ് ബലാത്സംഗത്തിന് വിധേയമായി മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ഓളെ മരിച്ചോലടി എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. എങ്ങനെ മരിച്ചു എന്ന് വിസ്തരിച്ച് ഉമ്മയും മോളും കൂടി ചർച്ച ചെയ്യാൻ പറ്റുമോ? ഉമ്മക്ക് ചിലപ്പോ കൂട്ടുകാരിയോട് പറയാൻ പറ്റും, മോൾക്ക് വേണമെങ്കിൽ കോളേജ് മേറ്റ്സിനോട് പറയാൻ പറ്റും. ഈ ബലാത്സംഗത്തിന്റെ വിസ്തരിച്ച രൂപം അവർ തമ്മിൽ സംസാരിക്കാൻ പാടുണ്ടോ? ഇല്ല, ഇല്ല, അത് പാടില്ല. ജ്യേഷ്ഠനും കൂട്ടുകാരനും സംസാരിക്കുന്നിടത്തേക്ക് അനുജൻ ഒരു ശല്യമായിട്ട് കയറി നിൽക്കാൻ പാടുണ്ടോ? സഹോദരന്മാരും കൂട്ടുകാരും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂട്ടുകാരുടെ മുമ്പിൽ ഓപ്പണായി പറയുന്ന ഒന്ന് ചിലപ്പോൾ അനുജനോട് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില അലിഖിതമായ നിയന്ത്രണങ്ങളുണ്ട് ദീനിൽ. അത് മൊത്തം പൊളിഞ്ഞു പോകും ഒന്നിച്ച് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അന്ന് അപ്പനും മമ്മിയും വീട്ടിലില്ലായിരുന്നു, ഞാനും സഹോദരിയും സിനിമ കാണുമായിരുന്നു. ഞാനിട്ടത് ഒരു ബർമുഡയായിരുന്നു, സഹോദരി ഇട്ട് സ്ലീവ്ലെസ് ആകുന്ന ഒരു ടീഷർട്ടായിരുന്നു. സിനിമയുടെ ആവേശത്തിൽ പ്രലോഭിതനായി പോയി എന്ന് സ്വന്തം സഹോദരിക്ക് ഗർഭമുണ്ടായ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ചങ്ങാതി കൗൺസിലിംഗ് നടത്തിയ ഡോക്ടറോട് പറയണത്. സാറേ ക്ഷമിക്കണം, പ്രലോഭിതനായി പോയി. അന്ന് അച്ഛൻ വീട്ടിലില്ലായിരുന്നു, മമ്മി വീട്ടിലില്ലായിരുന്നു, ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ സിനിമ കാണുമായിരുന്നു. അവളൊരു സ്ലീവ്ലെസ് ഷർട്ടായിരുന്നു ഇട്ടത്, ഞാനൊരു ട്രൗസറും. സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിലെ ഓരോ രംഗവും ഇങ്ങനെ മാറി മറിഞ്ഞു വന്നപ്പോ ഞാൻ പ്രലോഭിതനായി പോയി. അതെന്റെ സഹോദരിയാന്ന് ആ നിമിഷം എനിക്ക് ഓർക്കാൻ കഴിയാതെ വന്നു. ഇതൊരു കേസല്ല, ഞാനൊന്ന് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഡോക്ടർ അതേ കുറിച്ച് പിന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് വായിച്ചുകൊണ്ട് ഞാൻ അത് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നിരന്തരമായ ഗാർഹിക ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നുണ്ട്, അക്രമങ്ങൾ നടക്കുന്നുണ്ട്, കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. നിഷ്ഠൂരമായി കൊല ചെയ്യും വിധത്തിലേക്ക് നമ്മുടെ മക്കളുടെയൊക്കെ മനസ്സ് മരവിക്കുന്നുണ്ട്.
5 ബന്ധുക്കളെ, സ്വന്തം മനുഷ്യനെ അടക്കം 20-ലധികം തവണ ഓരോരുത്തരുടെയും തലക്ക് അമറിനടിച്ചിട്ടാണ് തിരുവനന്തപുരത്തെ ചെറുപ്പക്കാരൻ കൊന്നു കളഞ്ഞത്. അവന്റെ പ്രിയപ്പെട്ട അനുജനുണ്ട്, 13കാരൻ. കുഴിമന്തി വലിയ ഇഷ്ടമാണല്ലോ. ആ കുട്ടിയോട് കുഴിമന്തി മേടിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോണു. പാഴ്സലായി കുഴിമന്തി വാങ്ങുന്നു. ആ കുട്ടി സിറ്റ് ഔട്ടിൽ തന്നെ തന്റെ സ്കൂൾ ബാഗ് വലിച്ചു വരുന്നു. കുഴിമന്തി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് യൂണിഫോം മാറ്റാൻ വേണ്ടി അകത്തേക്ക് പോകുന്നു. അവന്റെ സാധാരണ ഡ്രസ്സ് എടുത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആദ്യത്തെ ഹാമർ അടി കിട്ടുന്നു. പിന്നെ 20 പ്രാവശ്യം 13കാരന്റെ ഇളം തലയ്ക്ക് 20-ലേറെ പ്രാവശ്യം ആഞ്ഞടിക്കുന്നു ക്രൂരനാകുന്ന ജ്യേഷ്ഠൻ. ആ കുട്ടിയുടെ മയ്യത്ത് ആംബുലൻസിലേക്ക് മാറ്റിയ ഒരു പൊതുപ്രവർത്തകൻ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ മയ്യത്തെടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ 2 കൈയും കൊണ്ട് കോരിയെടുത്തു. എൻ്റെ കൈ കുട്ടിയുടെ തലയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷം, വല്ലാതെ ഞാൻ കോരിത്തെരിച്ചൊരു നിമിഷം. ഒരു പിഞ്ചളം പൈതലിന്റെ തലയുടെ ഉള്ളിലേക്ക് കൈ കയറിപ്പോവുകയാണ്. ജ്യേഷ്ഠൻ അടിച്ചു പൊളിച്ച് ഹോള് നിർമ്മിച്ചതിന്റെ പഴുതിലൂടെ. ഇതാണ് കേരളം. 2 മാസം കൊണ്ട് 67 ആളുകളെ കൊന്നുകളഞ്ഞ കേരളം. നിരന്തരമായി മദ്യവും മയക്കുമരുന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാട്. 4 കാലിൽ മാത്രം നടക്കാൻ യുവാക്കൾ പഠിക്കുന്ന വൃത്തികെട്ടൊരു നാടായി നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ചില കരുതലുകൾ വേണ്ടത്.